വിഷ്ണുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ സ്വന്തം കോഴിക്കോട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു 5000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു മനോഹര സുന്ദര സൗധമാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ബാബുക്കയുടെ നാടാണ് കോഴിക്കോട്. അദ്ദേഹത്തിൻ്റെ റൊമാൻറ്റിക് സോങ്സ് നമ്മളെ ഒരുപാട് ഹരം കൊള്ളിച്ച അദ്ദേഹത്തിൻ്റെ ഇനങ്ങൾ ഈ അന്തരീക്ഷത്തിൽ മുഴുവനും ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രണയം തോന്നാൻ തക്ക വിധത്തിലുള്ള ഒരു സുന്ദരമായ ഒരു മനോഹരമായ ഒരു സ്വപ്ന ഭവനമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീട് ബൈ വിഷ്ണുവിൻ്റെ വീട് വിസിറ്റ് സീരീസിൻ്റെ 56ാമത്തെ എപ്പിസോഡും കൂടിയാണ്. അതായത് ഒരു വർഷമായി കറക്റ്റ് ഞാൻ വ്ളോഗിങ് തുടങ്ങിയിട്ട് ഇതുവരെ 56 വീടുകൾ ഞാൻ വ്ളോഗ് ചെയ്ത് കഴിഞ്ഞു. ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടുകൾക്കും ഇനി മുന്നോട്ടുള്ള സപ്പോർട്ടുകൾക്കും എല്ലാം ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ വീട് വിസിറ്റ് സീരീസിൽ വന്നിരിക്കുന്ന അതിഥി ഒരു ഗേളാണ്, ഒരു കിടിലൻ എൻജിനീയറാണ്. വെൽക്കം ടു വീട് ബൈ വിഷ്ണുവിജയൻ. എന്താണ് മോളുടെ പേര്? റാനിയ. ഓക്കെ. അപ്പം നമ്മളുടെ എന്താണ് ആർക്കിടെക്ചർ ഫേമിന്റെ പേരെന്താണ്? ഗ്രീൻ ലൈൻ ആർക്കിടെക്ട്സ് ആണ് പേര്. ഗ്രീൻ ലൈൻ. ഓക്കെ. എവിടെയാണ്? ലബീബ് സാറാണ് പ്രിൻസിപ്പൽ ആർക്കിടെക്ട് തബ്ഷിർ. ഓക്കെ. അപ്പം അതിൽ ജൂനിയറായിട്ട് വന്നിരിക്കുന്ന എഞ്ചിനീയറാണ്. ഈ വീടിൻ്റെ എക്സിക്യൂഷൻ മൊത്തം ഇദ്ദേഹം ത്രൂ ആണ് സാർ ചെയ്തതെന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം പ്രത്യേകതകൾ പറഞ്ഞു തരണം. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ വന്നത്, എവിടെയൊക്കെയാണ് നിങ്ങളുടെ എലമെൻറ്റ്സ്, നിങ്ങളുടെ ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ് കൊണ്ടുവന്നത്, ആ എലമെൻറ്റ്സ് കണ്ടിട്ട് നമുക്ക് ഒരുപാട് പേർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവണം. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടണം. ഓക്കെ. അപ്പം നമ്മളുടെ ഇവിടുന്ന് ലാൻഡ്സ്കേപ്പിൽ നിന്ന് തുടങ്ങാണ്. ലാൻഡ്സ്കേപ്പിൽ നിന്ന് തുടങ്ങുമ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയുള്ള സാധനം ഞാൻ കണ്ടത്, ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഇൻട്രോയിൽ പറഞ്ഞാൽ എനിക്ക് ഇതിനോട് പ്രണയം തോന്നുന്നു എന്നാണ് പറഞ്ഞത്. കാര്യം ബാബുക്കയുടെ നാട്ടിൽ വരുമ്പോൾ ബാബുക്കയുടെ പാട്ടുകളോടുള്ള എൻ്റെ അത്രയും ഞാനൊരു ഭയങ്കര ഫാനാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ആ പാട്ടുകൾ പോലെ സുന്ദരമായ ഒരു വീട്. അപ്പം നമ്മൾ ഇതിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഭാഗം ഈ ഗേറ്റ്സ് ആണ്. ഈ ഗേറ്റ്സിൻ്റെ വളരെ രസമാണ് ഈ സംഭവം. ഇതെങ്ങനെയായിരുന്നു ഇങ്ങനൊരു എക്സിക്യൂഷൻ കൊണ്ടുവരാനുള്ള കാരണം? അതായത് നമ്മൾ ഈ ഒരു പാസേജ് വരുന്നത്, ഈ ഒരു വഴി വരുന്നത് എന്ന് വെച്ചാൽ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് എൻട്രൻസ് ഈസി ആവണം, ആക്സസിബിൾ ആവണം. അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് വാൾ തന്നെ കൊടുത്തത് ഒരു കേർവ്ഡ് എലിമെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ ഗേറ്റ് നമുക്കൊരു ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തതാണ്. അതായത് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ആയിട്ടാണ് കൊടുത്തത്. അത് ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സെക്ഷൻ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x2 സെക്ഷനാണ്. അതുപോലെ 40-20 സെക്ഷൻ ക്രോസ് ചെയ്തിട്ട് പിന്നെ ഇതിനിടയ്ക്ക് 20-20 സെക്ഷനകത്താണ് വുഡൻ ക്ലാഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു സെക്ഷൻ കൊടുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് റിമോട്ട് ഗേറ്റിനുള്ള സ്കോപ്പ് ഇല്ല, അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ താഴെ ഇട്ടിരിക്കുന്ന സ്റ്റോൺ കോബിൾ സ്റ്റോൺ ആണല്ലേ? ഈ കോബിൾ സ്റ്റോണിൽ ഏറ്റവും പ്രത്യേകതയായിട്ട് വന്നിരിക്കുന്നത് ഞാൻ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. ഈ ഒരു ഗ്രാനൈറ്റ് പീസ് സ്ലൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്നതിന്റെ പിന്നിലുള്ള സംഭവം എന്താണ്? നമ്മൾ സാധാരണ എല്ലാവരും സ്ഥലത്തും കാണുന്ന ഒരു മെത്തേഡാണ് കോബിൾ സ്റ്റോൺ ഫുള്ളായിട്ട് കൊണ്ട് വിരിക്കാൻ. പക്ഷേ ഇത് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ എന്തായത് ഗ്രാനൈറ്റ് സ്റ്റോൺ കൊടുത്തു. അതിനൊരു ഹൈലൈറ്റ് ചെയ്തപ്പോൾ അതിന് ഭംഗി കൂടി. ഇനി ഇതിന്റെ എലിവേഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കാൻഡിലിവർ ബീം കൊടുത്തിട്ടുണ്ട്. ഈ കാൻഡിലിവർ ബീം കൊടുത്തിരിക്കുന്നത് ഐ സെക്ഷനിലാണ്, അതായത് ജോയിസ്റ്റിലാണ്. ഇത് എനിക്ക് തോന്നുന്നു 6 ഇഞ്ച് ഐ ബീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 6 ഇഞ്ച് ഐ ബീമിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ ഒരു വീടിന്റെ ആ ഒരു ലുക്സിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതോ നോർമൽ ഇത് കൊടുക്കാതിരുന്നത്? നമ്മൾ സാധാരണ കാണൽ സിറ്റ് ഔട്ട് പറയുന്നത് ഒരു സ്ലാബിൽ അവിടെ നിർത്തലാണ്. ഇത് നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഒരു ഭാഗം നമുക്ക് ഷെയ്ഡ് വരുന്ന രീതിയിൽ ഐ സെക്ഷൻ വെച്ച് കാൻഡിലിവേർഡ് ചെയ്ത് വെച്ചതാണ്. അത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മുകളിൽ ടഫൻ ഗ്ലാസ് കൊടുത്തു, താഴെ എന്താ ചെയ്തിരിക്കുന്നത്? വുഡൻ പാനൽസ് കൊടുത്തു. അപ്പോൾ ഇനി ഇവിടുത്തെ ഈ എലിവേഷൻ ഭാഗം വരുമ്പോൾ ഇവിടെ ക്ലാഡിംഗ് സ്റ്റോൺ കൊടുത്തിരിക്കുന്നത് നാച്ചുറൽ ക്ലാഡിംഗ് ആണോ അതോ എന്ത് ടൈപ്പ് ക്ലാഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്? RR സ്റ്റോൺ ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കുന്നത് സ്പെസിഫിക് ആയിട്ട് കൊടുത്തതാണ്. നമ്മൾ ഈ വീടിന്റെ ഒരു എലമെന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് RR സ്റ്റോൺ ക്ലാഡിംഗ് ആണ് കൊടുക്കുന്നത്. RR സ്റ്റോൺ ക്ലാഡിംഗ് അല്ലേ? പിന്നെ ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന വിൻഡോസ് കൊടുത്തിരിക്കുന്നതൊക്കെ എന്ത് ടൈപ്പ് മെറ്റീരിയൽ ആണ്? ഇത് ഫുള്ള് ഫിക്സഡ് ഗ്ലാസ് ആണ് വരുന്നത്. ഫിക്സഡ് ഗ്ലാസ് പുറമേ ഗ്ലാസ് ആയിട്ടും ചില പോർഷൻസിൽ മാത്രം ലൂവേഴ്സ് ആയിട്ടും. ഓക്കെ. അത് ഭയങ്കര ഭംഗിയായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും എടുത്തു പറയേണ്ട സാധനം ഈ പ്ലാന്റ്സ് കൊടുത്തിരിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. ഈ തീം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. ഇവിടെ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനം ഈ കാർപോർട്സ് ആണ്. ഈ കാർപോർട്സിൽ ഇപ്പോൾ 2 കാറുകൾ സുഖമായിട്ട് കയറി കിടപ്പുണ്ട്. 2 കാറുകൾ ഇടാൻ തന്നെ ആയിരുന്നു അതിൻ്റെ ആ ഒരു
ഇനിഷ്യലി ഉള്ള നിങ്ങളുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് 2 കാസ് വെച്ചിട്ടുള്ള ഒരു പോർച്ച് വേണമെന്നായിരുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ ഇവിടെ നമ്മളുടെ സിറ്റ് ഔട്ടിനകത്ത് സ്റ്റെപ്സ് കൊടുത്തിരിക്കുന്നത് വളരെ വൈഡായിട്ടാണ്. എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ഒരു തീം? നമ്മൾ കയറുന്ന ഭാഗത്ത്, അതായത് പോർച്ചിൽ കയറുന്ന ഭാഗത്ത് നമ്മൾ നോർമൽ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻട്രൻസ് വരുന്ന ഭാഗത്ത് ഫ്ലോട്ടിംഗ് സ്റ്റെപ്പ് ഒരു വീതിയിൽ കൊടുക്കുമ്പോൾ അതിന്റെ ഒരു ഡിസൈൻ ആസ്പെക്ട് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. ഓക്കെ, അതിനുവേണ്ടി ചെയ്തതാണ്. അതെ അതെ, അത് നിങ്ങൾ ഉദ്ദേശിച്ച സാധനം അവിടെ വന്നിട്ടുണ്ട്. ആ ഡിസൈൻ ആസ്പെക്ട് അതുപോലെ തന്നെ ഭയങ്കര വൃത്തിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റ്സ് മാറ്റ് ഫിനിഷ് ഗ്രാനൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു ടൈൽ കച്ചവടക്കാരനാണ് കേട്ടോ. അപ്പോൾ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ഇത് ടൈലല്ല, ഇറ്റാലിയൻ മാർബിളാണെന്ന് കേട്ടപ്പോൾ. കാര്യം ക്ലയൻസ് വളരെ ചെറിയൊരു ടൈപ്പ് ആൾക്കാർ, കുറച്ച് ക്വാണ്ടിറ്റി ആൾക്കാർ മാത്രമേ ഇറ്റാലിയൻ മാർബിളിനെ പ്രിഫർ ചെയ്യത്തുള്ളൂ. ഇത് അദ്ദേഹം ആദ്യമേ മുതലേ ഇത് ചെയ്യണം എന്ന് തന്നെ ആയിരുന്നു, ഇറ്റാലിയൻ മാർബിൾ തന്നെ ചെയ്യണം എന്ന്. പിന്നെ ഇവിടെ നമ്മളുടെ ഷൂറാക്കും കാര്യങ്ങളും എല്ലാം വളരെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒപ്പം ഇരിക്കാനുള്ള ഒരു സ്പേസും വളരെ കംഫർട്ടബിളി ചെയ്തിട്ടുണ്ട്. ഇത് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ എല്ലാവരും ഇത് വുഡിലല്ല ചെയ്യുന്നത്. പ്ലൈവുഡ് മൈക്ക സംഭവം ഈ സീലിങ്ങിന് കൊടുക്കുന്നത് ശരിക്കും അഡ്വൈസബിൾ ആണോ ഇന്നത്തെ കാലഘട്ടത്തിൽ? വലിയ പ്രശ്നം വരില്ല. ഇപ്പം തന്നെ ഒരുപാട് മെറ്റലിലൊക്കെ ക്ലാഡിങ്സ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. അത് 100% അത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇനി അകത്തേക്ക് കടന്നു വരുമ്പോൾ ഈ ഡോർ ഒരു സിംഗിൾ ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്, തേക്കൂടിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഹാൻഡിൽസും ഇതുപോലെ തന്നെ എലഗൻസ് ഉള്ള ഹാൻഡിൽസ് ആണ് ചെയ്തത്. ഇത് സിംഗിൾ ഡോറായിട്ട് മതി എന്നുള്ളത് ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നു. ഇത് നമ്മൾ പ്രിഫർ ചെയ്തതാണ്. നമ്മൾ വരുന്ന സിറ്റ് ഔട്ട് തന്നെ ഒരു ലോങ്ങിറ്റ്യൂഡ് ലീനിയർ വേയിലാണ് നമ്മൾ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഭംഗി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി അകത്തേക്ക് കിടക്കുമ്പോൾ അകത്ത് ഫോർമൽ ലിവിംഗ് സ്പേസ് സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫോർമൽ ലിവിംഗ് സ്പേസ് ആയിട്ട് പോയിരിക്കുന്നത്. അതെ, നമ്മൾ ഫോയർന്നാണ് ഒരു ഫോർമൽ ലിവിംഗ് സ്പേസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സാധാരണ ഇങ്ങനൊരു കണ്ടീഷൻ വരുമ്പോൾ ഫോർമൽ ലിവിംഗ് ഈ അകത്തൂടെ കയറി കിടക്കാതെ പുറത്തുനിന്ന് ഒരു എൻട്രൻസ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇതിനൊരു പ്രൈവസി മെയിൻ്റെനൻസ് ഉണ്ടാകുമായിരുന്നില്ലേ? നമ്മൾ പ്രൈവസി കീപ്പ് ചെയ്യാനാണ് ഒരു ഫോയർന്നും എല്ലാ ഭാഗത്തേക്കും ആക്സസിബിൾ എന്നുള്ള രീതിക്ക് ഫോർമൽ ലിവിങ്ങും ബാക്കി എല്ലാ ഏരിയസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അല്ല ഞാൻ ചോദിച്ചത് നമ്മൾ ഇനിഷ്യലി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ലോങ് വിൻഡോ ആണ്. നമ്മളുടെ വീഡിയോസിലൊക്കെ ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന ഒരു കൺസേൺ ആണ്, ഈ വലിയ ഹൈറ്റുള്ള വിൻഡോ ആകുമ്പോൾ ക്ലീനിങ് എങ്ങനെ പോസിബിൾ ആവും? റാനിയുടെ അഭിപ്രായം എന്താ? ഇങ്ങനെ വരുമ്പോൾ ക്ലീനിങ്ങിനുള്ള പോസിബിലിറ്റി എങ്ങനെ പോസിബിലിറ്റി പറഞ്ഞാൽ ഫിക്സഡ് വിൻഡോ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ മെയിൻ്റെനൻസ് ആസ്പെക്ട് നമ്മൾ മൈൻഡിൽ വെച്ചോണ്ടാണ് ഡിസൈൻ ചെയ്യാറ്. അപ്പം അതിനൊരു വേ എന്തായാലും നമ്മൾ സൊല്യൂഷൻ ആദ്യം മുൻകൂട്ടി കണ്ടാലേ ഈ ഒരു ഡിസൈൻ കൊടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നിടത്ത് മാത്രമേ അങ്ങനെ കൊടുത്തിട്ട് കാര്യമുള്ളൂ എന്നാണ് പറയുന്നത്. അതെ. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ വന്നിട്ട് ഇവിടെ 2 ചെറിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, ഡബിൾ ഹൈറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ഗ്ലാസ് ഫ്രെയിമിൽ ചെയ്തിട്ടുള്ളത് അപ്പർ ലിവിംഗ് എന്നുള്ള ഇങ്ങോട്ടുള്ള ആക്സസ് ആണ്. നമുക്കത് അപ്പർ ലിവിംഗ് പോയി നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നതായിട്ട്. പിന്നെ ഇവിടെ ഈ ഡോർസ് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഇത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ വന്നത്? ഇത് ഫുൾ ഗ്ലാസ്സിൽ തടിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ വുഡിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് വന്നിട്ട് ഒന്ന് ഫിക്സഡ് ആക്കിയിട്ടും 2 സ്ലൈഡിങ് ആയിട്ട് ഉള്ള ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഫോർമൽ ലിവിംഗ് ആയതുകൊണ്ട് ഈ പ്രൈവസി 100% ഇവിടെ മെയിൻറ്റെയിൻ ആവും അല്ലേ? അത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഇറങ്ങുമ്പോഴാണ് ഇവിടെ ഈ പ്രയർ ഏരിയ ഉള്ളത്. പ്രയർ സ്പേസിന് സെപ്പറേറ്റ് തന്നെ ഒരു ഏരിയ വിട്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ താഴെ മൊറോക്കൻ സീരീസ് സ്റ്റൈലൊക്കെ ഇട്ട് അതേപോലെ തന്നെ ആ വിൻഡോയുടെ അതേ പാറ്റേൺ തന്നെ ലൂവേർഡ് ആയിട്ടുള്ള സ്ലൈഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും ഭയങ്കര ഭംഗിയായിട്ട് തന്നെയാണ് എക്സിക്യൂഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കടക്കുമ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുടെ പ്ലാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ഒന്ന് ചിന്തിച്ചായിരുന്നു. അതായത് ഇവിടെ ഈ പറയുന്ന ഓപ്പൺ കോർട്ട്യാർഡ് ഡബിൾ ഹൈറ്റ് സ്പേസിൽ കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് നല്ലൊരു ഐഡിയ തന്നെയാണ്. അത് ഭയങ്കര സൂപ്പറായിട്ട് ഒരു ട്രോപ്പിക്കൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്മോൾ കോർട്ട്യാർഡ്, അതും ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. പക്ഷെ മേലെ നമ്മൾ സ്റ്റീൽ സ്ട്രക്ചർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ട്രോപ്പിക്കൽ പോർഷൻ ഇവിടെ മാത്രമല്ല, വീണ്ടും നമുക്കൊരു കോർട്ട്യാർഡ് ഇതിനോട് ചേർന്നിട്ടുണ്ട്. അതിപ്പോൾ കാണാം. അപ്പോൾ ആ ഒരു ഭാഗവും കൂടെ വളരെ വളരെ വീടിനകത്തോട്ട് കയറുമ്പോൾ ആ ആംബിയൻസിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്.
പിന്നെ എന്നോട് പറയാനല്ലോ നിങ്ങളാണ് ഈ ഫർണിച്ചേഴ്സും അതുപോലെ ഇതിനകത്തുള്ള സംഭവങ്ങളും എല്ലാം ഡിസൈൻ ചെയ്തു തന്നത്. ഈ പറഞ്ഞ സംഭവം നിങ്ങൾ ചെയ്തതാണോ? ഇതെന്താണ് സംഭവം? ഇത് മെറ്റീരിയൽ കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിൽ ടെക്സ്ചർ ചെയ്തതാണ് വരുന്നത്. ഇതും പിന്നെ നമ്മൾ മെയിൻ കോർട്ട്യാർഡിലും ഇതേമാതിരി പോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്തത് നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ്? ടീമിനെ ഏൽപ്പിച്ചതാണ്. ഡിസൈനിങ് എല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്തത്? നമ്മളാണ്. സൈസും കാര്യങ്ങളും ഡിസൈനിങ്. അത് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഫാമിലി ലിവിംഗ് ആണ്. ഫാമിലി ലിവിംഗ് സ്പേസിൽ സെപ്പറേറ്റ് TV യൂണിറ്റ് ഒന്നും വെച്ചിട്ടില്ല. ഇത് അവരുടെ ഫാമിലി ടൈമിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ്. സത്യത്തിൽ ഫാമിലി ലിവിംഗ് TV വെക്കണോ വെക്കണ്ടായോ? വെക്കണം നിർബന്ധമില്ല. നമ്മൾ ഫോർമൽ ലിവിംഗ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടല്ലോ TV. ഫാമിലി ലിവിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇരുന്ന് മിങ്കിൾ ചെയ്ത് സംസാരിച്ച് വേണ്ട. അപ്പൊ ഫാമിലി ലിവിംഗിൽ TV വേണ്ട എന്നുള്ളതാണ് റാണിയുടെ അഭിപ്രായം. അപ്പൊ ഇതിന്റെ വോൾ ചെയ്തിരിക്കുന്നത് എന്ത് മെറ്റീരിയലാണ്? ഇത് പ്ലൈവുഡ് ലൂവേർഡ് ആയിട്ട് വെനീർ ഫിനിഷിൽ വന്ന് ചെയ്തിരിക്കുകയാണ്. ഈ ഫർണിച്ചേഴ്സ് ഒക്കെ തന്നെ ഇപ്പോൾ പഴയതിലേക്ക് തിരിച്ചു പോവുകയാണ്. പഴയതിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ പറഞ്ഞ സംഭവമാണ് ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും. ഇപ്പം ഞാനിപ്പോൾ ചെയ്ത കുറച്ച് അടുത്ത് കണ്ട കുറേ വീടുകളിൽ ആ ഒരു ട്രഡീഷണൽ സാധനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഫർണിച്ചർ വരുന്നത് ഇപ്പം ആഷ്വുഡിലാണ്, റട്ടൺ ആയിട്ടാണ്, മെറ്റീരിയൽ ആയിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് സെപ്പറേറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതെടുത്ത് നമുക്ക് ഫർണിച്ചർ മേക്ക് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റും. അപ്പോൾ ഇനി ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു എലമെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 കൊച്ചുകുട്ടികളല്ലേ. ഈ കുട്ടികളുള്ള സ്ഥലങ്ങളിൽ ഇതൊക്കെ റിസ്ക് ആണ്. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്നാലും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ സൂപ്പറാണ്. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളുടെ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത് ഇതൊരു പ്രത്യേക തരം ഒരു ഡിസൈൻ ആണല്ലോ റാനിയ. എന്താണ് ഇതിൻ്റെ ഇങ്ങനൊരു തീം കൊണ്ടുവരാൻ കാരണം? നമ്മുടെ ഈ ഡൈനിങ് കോർട്ട്യാർഡ് സ്പേസ് എന്ന് പറയുന്നത് മെയിൻ എലമെന്റ് പറയുന്നത് ഈ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന കർവ്ഡ് പോർഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അതായത് ഈ കർവ്ഡ് പോർഷന് അലൈൻഡ് ആയിട്ടാണ് ഈ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുമായിട്ട് വളരെ കണക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പോർഷൻ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ സിറ്റിംഗ് സ്പേസ് ആയിട്ട് വീണ്ടും ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള സിറ്റിംഗ് സ്പേസ് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. അതിനോട് കണക്റ്റഡ് ആയിട്ട് ഒരു കോർട്ട്യാർഡും കൊടുത്തിട്ടുണ്ട്. ഈ കോർട്ട്യാർഡ് ചെയ്തിരിക്കുന്നത് ഇത്രയും വൈഡ് സ്പേസിൽ കൊടുത്തപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ടോട്ടൽ ആംബിയൻസ് തന്നെ മാറിപ്പോയി. അത് ഭയങ്കര ഒരു അസാധ്യമായ ആർക്കിടെക്ചറൽ എലമെന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. അത്രയും ഭയങ്കര സൂപ്പറായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ നമ്മുടെ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നു. മുകളിൽ മെറ്റൽ സ്ട്രക്ചറിലാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ ട്യൂബിലും അതുപോലെ ഫ്ലാറ്റിലുമാണ് ആ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ആ ഡിസൈൻ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. അത് വരുന്നത് ബാംബൂ സ്ട്രിപ്പിലാണ് വരുന്നത്. അതായത് ഈ ലോക്കലി നമ്മൾ ഈ ബാംബൂന്റെ സ്ട്രിപ്പ് വന്നിട്ട് പുഴുങ്ങിയെടുത്തിട്ട് നിറ്റ് ചെയ്തെടുത്തതാണ്, പ്ലേറ്റ് ചെയ്തെടുത്തതാണ്. അത് ഭയങ്കര ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൂടെ വന്നപ്പോഴത്തേക്ക് ആ ഒരു ടോട്ടാലിറ്റി ഇവിടെ നിൽക്കാനുള്ള ഒരു ആംബിയൻസ് തന്നെ മാറി. ഇവിടെ നാച്ചുറൽ പെബിൾസ് കൊടുത്തിരിക്കുന്നു, ചെടികൾ കൊണ്ടുവന്നിരിക്കുന്നു. ഈ നിങ്ങൾ ഈ പറഞ്ഞ സംഭവം ഇവിടെയും ചെയ്തിട്ടുണ്ട് അല്ലേ? ആ ഒരു നമ്മൾ ഇവിടെ ഫ്ലോറിംഗ് അല്ല കൊടുത്തത്, നാച്ചുറൽ സോയിൽ. അതായത് എക്സ്റ്റേണൽ ആയിട്ട് കിട്ടുന്ന ഒരു കോർട്ട്യാർഡിന്റെ ഫീല് നമ്മൾ ഇന്റേണലി കൊണ്ടുവന്ന് വന്നതാണ്. അപ്പോൾ ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ നാച്ചുറൽ സാൻഡ് തന്നെ നമ്മളിവിടെ ചെയ്യുമ്പോൾ വീടിനകത്ത് ഒരു വൃത്തിക്ക് കുറവുണ്ടാകാനുള്ള നമ്മൾ ഈ പെബിൾസ് പ്രൊവൈഡ് ചെയ്തത്. ആ പെബിൾസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാൻ പറ്റും. അതെ, ലാൻഡ്സ്കേപ്പ് ഏരിയ മാത്രമാണ് ആ സോയിൽ വരുന്നത്. പിന്നെ നമ്മൾ സോയിൽ ഉണ്ട് ഇവിടെ, പക്ഷെ നമ്മൾ ഈ പെബിൾസ് വരുന്നതുകൊണ്ട് അത് ഈക്വലൈസ് ചെയ്ത് പോകും. ഈ സോയിൽ ഉള്ളത് കൊണ്ട് സോയിൽ തന്നെ കൊടുക്കുന്നതാണ് അഡ്വൈസബിൾ അല്ലേ കോർട്ട്യാർഡ്സിനല്ല. അപ്പോൾ ആ ഒരു ഫീൽ നാച്ചുറലി കിട്ടും. അപ്പോൾ ഇനി ഇത് നമ്മൾ ഇതിൽ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ഒരു വാഷ് ഏരിയ ആണ്. വാഷ് കൗണ്ടർ ഇതുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റഡ് ആയിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ വോളിൽ മൊറോക്കൻ സീരീസ് സ്റ്റൈൽ യൂസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ മൊറോക്കൻ സീരീസ് സ്റ്റൈലിന് ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്. ഓൾമോസ്റ്റ് എല്ലായിടത്തും എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന മൊറോക്കൻ സീരീസിലാണ്. നമ്മൾ ഒരു വോളിനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്താതെ ഈ മൊറോക്കൻ സ്റ്റൈൽ സീരീസിന് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അത്തംകുടി മോഡൽ ടൈൽസിന് പകരം നമ്മൾ ഈ മൊറോക്കൻ സീരീസ് പ്രിഫറബിളി നല്ലത്. അത്തംകുടി സീരീസ് എൻ്റെ അടുത്ത് ഇപ്പോൾ എൻ്റെ വളരെ ഒരു ക്ലോസ് ഫ്രണ്ട് അദ്ദേഹം വീട് വെക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന് അത്തംകുടി ടൈലിനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പ്രശ്നം അതല്ല, അദ്ദേഹത്തിന് ഒരു 500 സ്ക്വയർ ഫീറ്റിന് താഴെ അതിന് റിക്വയർമെൻ്റ് ഉള്ളൂ. അപ്പോൾ ഇതൊരു മിനിമം ഒരു 3000 to 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ അത്തംകുടി കറക്റ്റായിട്ട് നമുക്ക് ലേ ചെയ്യാനുള്ള സംവിധാനം ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് കൂടും. അവിടെ ചെല്ലുമ്പോൾ ഉള്ള ക്വാളിറ്റി ഡിഫറൻസ് വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് മൊറോക്കൻ സീരീസ് തന്നെയാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ ഭാഗം അങ്ങോട്ട് കൊണ്ടുപോകും. കിച്ചൺ എന്തായാലും ഓപ്പൺ കിച്ചൺ അല്ല അല്ലേ? ഓപ്പൺ കിച്ചൺ അല്ല, പക്ഷെ നമ്മൾ ഓപ്പൺ കിച്ചന്റെ ഒരു ഫീൽ ഗുഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പ്രൊവൈഡ് ചെയ്തു. അകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്തു. അതെ.
ഈ വോൾ ടൈൽസ് കൊടുക്കാനുള്ള കാരണം എന്താണ് കിച്ചണിനകത്ത്? നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണ്, ഏറ്റവും കൂടുതൽ വൃത്തികേടാവുന്ന ഒരു ഭാഗമാണ് കിച്ചൺ എന്ന് പറയുന്നത്. അതെ അതെ, ഏറ്റവും നല്ല നീറ്റ് ആൻഡ് കെയറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ വോളിന് പകരം വോൾ ടൈൽസ് വെക്കുന്നത് പ്രിഫറബിൾ. ഇവിടെ ഇതിന്റെ ടോപ്പിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്ത് ടൈപ്പ് മെറ്റീരിയൽ ആണ്? ഇത് ഗ്രാനൈറ്റ് ആണോ ടൈലാണോ? ഇത് കോഡ്സ് ആണ് സംഭവം വരുന്നത്. ഇത് പറയുന്നത് കാബിനറ്റ്സ് വരുന്നത് പ്ലൈ വിത്ത് മൈക്ക ഫിനിഷിലാണ്. മൈക്ക ഫിനിഷ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഫ്ലൂട്ടഡ് ഗ്ലാസ്സിലാണ്. പിന്നെ ഈ വിൻഡോസിന്റെ എല്ലാം കോമൺ പ്ലാറ്റ്ഫോം ഇത് തന്നെയാണ്, ഈ രീതിയാണ് വിൻഡോസിന്റെ മോഡൽസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ട്രഡീഷണൽ ഫീലും കൂടെ കിട്ടുന്ന ഒരു വിധത്തിലാണ് വിൻഡോസ് ഉള്ളത്. അപ്പോൾ ഈ വീട് വെക്കുന്ന ആൾക്കാർക്ക് തൻ്റെ വീട് കണ്ടംപററി ആവണം, ട്രഡീഷണൽ ആവണം, അതുപോലെ തന്നെ 100% ട്രോപ്പിക്കൽ മെത്തേഡ് വേയിലും വേണം. അപ്പോൾ എല്ലാം കൊണ്ടുവരണം, എല്ലാ എലമെന്റ്സും കൊണ്ടുവരുന്ന ഒരു ആർക്കിടെക്റ്റിന്റെ ഏറ്റവും വലിയൊരു ഒരു ചലഞ്ച് തന്നെയാണ്. അതുകൊണ്ടാണ് അപ്പോൾ പല ഡിസ്കഷൻ കഴിയുമ്പോഴാണല്ലോ ഇത് സക്സസ് ആവുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് വർക്ക് ഏരിയ കിച്ചണും ഇതിന്റെ കൂടെ കണക്റ്റഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ കിച്ചണും വരുന്നുണ്ട്, ഒരു സ്റ്റോറും വരുന്നുണ്ട്. ഈ സ്റ്റോർ ഇതിനോട് തന്നെ കണക്റ്റഡ് ആയിട്ടാണ്. ഇത് ടോട്ടൽ 5000 സ്ക്വയർ ഫീറ്റ് എന്നാണ് പറഞ്ഞത്. ഈ 5000 സ്ക്വയർ ഫീറ്റ് ടോട്ടൽ, അതായത് ഇന്റീരിയർ, എക്സ്റ്റീരിയർ, ലാൻഡ്സ്കേപ്പ് ഇതെല്ലാം കൂടി എത്ര കോസ്റ്റ് ആണ് വന്നത്? നമ്മളെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 2.1 CR വരും. പിന്നെ നമ്മളെ ലാൻഡ്സ്കേപ്പിന്റെ മാത്രമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 12 lakhs വരും. നമ്മൾ ഇന്റീരിയർ പാർട്ടിലേക്ക് മാത്രം പോവുകയാണെങ്കിൽ 40 lakhsലേക്ക്. പിന്നെ പ്ലസ് ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഫർണിച്ചേഴ്സിന്റെ കോസ്റ്റും അഡീഷണൽ വരും. പിന്നെ ഇവിടെ ഈ കോസ്റ്റ് ഇപ്പൊ ഇത്രയും കൂടി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം യൂസ് ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾസ് ആണ്. ടൈൽസിന് വരെ ഇറ്റാലിയൻ മാർബിൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് ആ കോസ്റ്റ് കൂടിയത്. ഇനി ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം പോർഷനിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് തന്നെ കണക്റ്റഡ് ആയിട്ട് തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂം, പക്ഷേ എല്ലാം തന്നെ കണക്ഷൻ ഉണ്ടല്ലേ, ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത്. നമ്മുടെ മെയിൻ ഫോക്കൽ പോയിന്റ് പറയുന്നത് ഈ കോർട്ട്യാർഡാണ്. ഏത് ഭാഗത്തുനിന്നും നമുക്ക് ഈ കോർട്ട്യാർഡിലേക്കുള്ള ഒരു ആക്സസ് ആണ് ഈ വീടിന്റെ പ്രത്യേകത. അപ്പൊ സെന്റർ ആദ്യമേ നിങ്ങൾ പ്ലാൻ ചെയ്ത് കോർട്ട്യാർഡ് ആയിരിക്കും അല്ലേ? അതെ, നമ്മളൊരു ഫോക്കൽ പോയിന്റ് പറയുന്നത് ഈ ഡൈനിങ് കോർട്ട്യാർഡ് ആണ്. ഓക്കെ, ആ ഡൈനിങ് കം കോർട്ട്യാർഡ്, സിറ്റിംഗ് ഏരിയ ഇതെല്ലാം കൂടെ കണക്റ്റഡ് ആയിട്ട് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഈസി ആക്സസ് ആണ് കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് അപ്രോക്സിമേറ്റ് എത്ര വരുന്നുണ്ട്? മാസ്റ്റർ ബെഡ്റൂം 150 to 180 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തത്. ഇവിടെയുള്ള എല്ലാ റൂംസും അതേ രീതിയിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത്. മാസ്റ്റർ ബെഡ്റൂമിന് പ്രത്യേകിച്ച് സൈസ് കൂട്ടിയൊന്നും കൊടുത്തിട്ടില്ല. അത് തന്നെയല്ലേ ശരിക്കും അഡ്വൈസബിൾ? ഏറ്റവും നല്ലത് അതാണ്. കാരണം നമ്മൾ ഒരേ സൈസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ്, അതായത് ബീം, കോളം, അതിൻ്റെതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വളരെ രീതിയിൽ നല്ല രീതിയിൽ എക്സിക്യൂഷൻ ചെയ്യാം. അപ്പോൾ ഈ എല്ലായിടത്തും തന്നെ പ്ലൈവുഡ് വിനയർ ആ കോമ്പിനേഷൻ, ആ ഒരു എലമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഇവിടെ ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഗ്ലാസ് ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന വിൻഡോ, ലൂവേർഡ് വിൻഡോയും കൊടുത്തിട്ടുണ്ട് അല്ലേ, ഈ ഒരു കണക്ടിവിറ്റി. അപ്പോൾ ഭയങ്കരമായ ഒരു കണക്ടിവിറ്റി ഇവിടെ ക്രിയേറ്റഡ് ആയി. വിൻഡോ നമ്മുടെ ഹെഡ് റെസ്റ്റ് നോർമൽ ഈ പ്ലാനിങ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നല്ലോ ഹെഡ് റെസ്റ്റിന്റെ. ഹെഡ് റെസ്റ്റും നമുക്ക് സൈഡ് ടേബിളും അത് വളരെ നല്ല രീതിയിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഡ്രസ്സിംഗ് സ്പേസ് ഇവിടെയാണ്. ഡ്രസ്സിംഗ് സ്പേസിനോട് ചേർന്നിട്ട് ഇതിന്റെ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിനകത്ത് ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏരിയ ഡ്രൈ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് ചെയ്യുന്ന എലമെന്റ് പറയുന്നത് ലെഡ്ജർ വാൾ ആണ്. ടെറാസോ ടൈലാണ് നമ്മൾ ഫുള്ള് ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ഡിസൈൻ മാറ്റ് തന്നെയാണ്, മാറ്റ് ഫിനിഷ് ആണ്. അത് ഫ്ലോറും വോളും എല്ലാം ഒരേ പാറ്റേൺ തന്നെ കൊടുത്തു. പിന്നെ വോൾ ഹാങ് ആണ് നമ്മൾ ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത്. ഗ്രോഹയുടെ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കോസ്റ്റ് അത്രയും കൂടാനുണ്ടാകുന്ന ഒരു കാരണം ഇത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ പ്രീമിയമാണ്. ആ പ്രീമിയം ആയതുകൊണ്ടാണ് ആ ഒരു സംഭവം. ഇതെല്ലാം ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ വീടുകൾ നമുക്ക് ഡിസൈൻ ചെയ്യുന്ന പോയിന്റിലല്ല കോസ്റ്റ് വരുന്നത്, വീടുകൾക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ കോസ്റ്റിംഗ് ആണ് അതിൻ്റെ കോസ്റ്റ് മാറുന്നത്, വേറൊരു ഫേസിലേക്ക് തന്നെ മാറുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അപ്പർ പോയിന്റിലേക്ക് പോവുകയാണ്. അപ്പർ പോയിന്റിലേക്ക് പോകുമ്പോൾ ഇതെന്താണ് റാണി? ഇതൊരു അസാധ്യ ഡിസൈനാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ സ്റ്റെപ്സ്, ഈ ഹാഫ് സംഭവത്തിൽ ചെയ്ത്? ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ ഇങ്ങനെ കാണുന്നത്. സാധാരണ എല്ലാവരും ഒന്നുകിൽ RCC സ്റ്റെപ്പ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ മെറ്റൽ സ്റ്റെയർ ചെയ്യും. ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. എന്തായിരുന്നു ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ടാകാനുള്ള കാരണം? അത് നമുക്ക് ഒന്ന് കയറുമ്പോൾ തന്നെ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഒരു വിഷൻ കിട്ടുന്ന രീതിയിലും കൂടിയാണ്
ഇത് ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്നത്. അതായത് ഒരു ഓപ്പൺനെസ്, ആ ഒരു സാധനം വളരെ കൃത്യമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാഫ് പോർഷൻ ഇങ്ങനെ ചെയ്തത്. പിന്നെ ഹാൻഡ് റെയിൽസ് ഒക്കെ വെച്ചാൽ മെറ്റലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, വളരെ സിമ്പിൾ. അതായത് ഈ നോർത്ത് സൈഡിലോട്ട് വരുന്നിടത്തെല്ലാം തന്നെ ഈ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ വളരെ സിമ്പിളാണ് സാധനം. അതേസമയം ഞങ്ങളുടെ സൗത്തിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, കൊച്ചി ടു ട്രിവാൻഡ്രം പോകുകയാണെങ്കിൽ സ്റ്റീലിൻ്റെ പൈപ്പ്, ഗ്ലാസ്സുകൾ, ടഫൻ ഗ്ലാസ്സുകളൊക്കെ കൊടുത്ത് വല്ലാതെ വൃത്തികേടാക്കിയിട്ടാണ് സ്റ്റെപ്സ് ചെയ്യുന്നത്. ഞാൻ അതിന് പൂർണ്ണമായിട്ടും എതിരാണ്. കാര്യം ഈ സ്റ്റീൽ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഇന്നത്തെ കാലത്ത് ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം ഉദ്ദേശിക്കുന്ന നമ്മൾ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് പോലും കിട്ടാറില്ല. 304 ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും 304 ഗ്രേഡിൽ സാധനം വരുന്നില്ല. 202 ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അതിലും താഴെയുള്ള ഗ്രേഡിൽ. കാര്യം അത്രയും കോമ്പറ്റീഷനായി ആ ഒരു പ്രൊഡക്റ്റിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ പകുതി കാശ് മാത്രമേ ഇതിന് വരുത്തുള്ളൂ. അപ്പോൾ ഈ സ്റ്റെപ്സ് എന്ന് പറയുന്നത് കോമ്പിനേഷനാണ്. അതായത് RCCയുടെയും അതുപോലെ തന്നെ മെറ്റലിൻ്റെയും രണ്ടിൻ്റെ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് തേക്കൂട്ടിലാണ് അല്ലേ? പിന്നെ ഹാൻഡ് റെയിൽസും ഇത് തന്നെ വുഡ് ക്ലാഡിങ് കൊടുത്താണ് അല്ലേ? വുഡൻ പീസ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം അത് നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും ഭയങ്കര രസമായിട്ട് തോന്നിയതാണ്ട് ഈ ഒരു വിൻഡോ ഇതാണ്. ഇത് എന്താണ് ഇത് ഇങ്ങനെ ചെയ്തത്? ഇത് പിവറ്റഡ് വിൻഡോ ആണ്. ഓക്കെ. അത് റിവോൾവിംഗ് ആയിട്ട് വരുന്ന ഒരു വിൻഡോ ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന രീതിയിൽ പോലെ തന്നെ ആ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ ഒരു സിമെന്റ് സ്ട്രക്ചറും വെച്ചിട്ടാണ് നമ്മൾ ആ വോളിലാണ് കാണിച്ചിരിക്കുന്നത്. സാധാരണ ലിവിങ്, ഡൈനിങ്, കിച്ചൺ ഇതെല്ലാം തമ്മിൽ ഓപ്പൺനെസ് ആണ് ഇന്നത്തെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം എൻക്ലോസ്ഡ് ആണ്, പക്ഷേ എന്നാൽ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് എലമെന്റ്സ് എല്ലാം കൊടുത്തിട്ട് വേറൊരു തലത്തിലാണെന്ന് മാത്രം. അത് ഭയങ്കര ഭംഗിയായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തത്. പാർട്ടീഷൻ വാൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെയുള്ള എലമെന്റ്സ് വന്നപ്പോഴത്തേക്ക് ആ ഒരു ട്രാൻസ്പെറൻസി കൂടി. ഇപ്പം ആ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് കോർട്ട്യാർഡിലോട്ടുള്ള ആക്സസ് കൂടുതലാണ്. ഈ പറയുന്ന ഫാമിലി ലിവിങ്ങിൽ നിന്ന് ഡൈനിങ് റൂമിലേക്കും അങ്ങോട്ടുള്ള ആക്സസ് വളരെ ഈസിയാണ്. കിച്ചൺ മാത്രമേ ഉള്ളൂ ഇച്ചിരി എൻക്ലോസ് ചെയ്ത് നിൽക്കുന്ന സംഭവം. പക്ഷേ കിച്ചണകത്ത് കയറിയപ്പോൾ കിച്ചണ് ഒരു വേറൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ. അപ്പോൾ ഇന്ന് നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് വന്നു. നമ്മൾ താഴെ എന്ന് പറഞ്ഞിരുന്നു നമ്മളുടെ ഫോർമൽ ലിവിങ്ങിൽ നിന്നും ഒരു ആക്സസ് അപ്പർ ലിവിങ്ങിൽ കൊടുത്തിട്ടുണ്ടെന്നല്ലേ? അത് ഈ സ്പേസിലൂടെയാണ് ചെയ്തത്. ഇതെന്തായിരുന്നു ഇങ്ങനെ വരാനുള്ള ഒരു കാരണം? നമുക്ക് ഒരു കണക്ഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർമൽ ലിവിങ്ങിലാണെങ്കിലും അപ്പർ ലിവിങ്ങിലാണെങ്കിലും നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യും. ഓക്കെ. അപ്പോൾ ആ ഈ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു. അതായത് ഫിക്സഡ് ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്ത അതേ എലിമെന്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗം പാർട്ടീഷൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് എന്ത് മെറ്റീരിയലാണ്? ഇതും പ്ലൈ വിത്ത് വെനീർ ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഡിസൈൻ എലമെന്റ്സ് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, റെക്ടാങ്കുലർ ആയിട്ട് ചെറിയ സ്മോൾ സ്ക്വയർ നിഷസ് എന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അപ്പർ ലിവിംഗിൽ നിന്ന് മുകളിൽ ടോട്ടലി 4 ബെഡ്റൂംസാണ് ഉള്ളത്. അപ്പർ ലിവിംഗിൽ നിന്ന് കണക്ഷൻ നമ്മൾ ബെഡ്റൂമിലേക്ക് പോകാനായിട്ട് ഈ ഒരു പാത്ത് വേ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പാത്ത് വേയിലോട്ട് നമ്മൾ വരുമ്പോൾ ഇവിടെ നമ്മുടെ ആ സ്റ്റാർട്ടിങ് കോർട്ട്യാർഡിൻ്റെ ആ ഒരു സംഭവം സ്ട്രക്ചറൽ കണക്ട് ചെയ്ത് സ്ട്രക്ചറൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവം. നമുക്കൊരു സീറ്റിംഗ് പോലെ വെച്ചിട്ട് നമുക്ക് ആ സ്വിങ്ങിലേക്കും ഒരു സ്മോൾ കോർട്ട്യാർഡിലേക്കും വന്ന് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഭംഗിയായിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സീറ്റിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പാത്ത് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനദർ 2 ബെഡ്റൂമിലേക്ക് പോകാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ അപ്പർ ലിവിങ്ങിൽ നമ്മളിപ്പം ബെഡ്റൂംസിൻ്റെ സൈസിനൊന്നും ഡിഫറൻസ് ഇല്ല, പക്ഷേ എല്ലാം ഏകദേശം ഒരേ സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ എല്ലായിടത്തും തന്നെ മെയിൻറ്റെയിൻഡ് ആയിട്ടുണ്ട്. ഒരേ ടൈപ്പാണ്. ടിപ്പിക്കലി വേറെ ഡിഫറൻസ് ഒന്നും തന്നെ ഒരു ബെഡ്റൂംസിനും ഇല്ലല്ലേ? പക്ഷേ ഈ ബെഡ്റൂമിന് പ്രത്യേകത ഉണ്ടല്ലോ. ഈ ബെഡ്റൂമിന് പ്രത്യേകത ഉണ്ട്. ഇതിന് സെപ്പറേറ്റ് ബാൽക്കണി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ബാൽക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയുള്ള ബാൽക്കണിയാണ്. നമ്മൾ സാധാരണ പുറത്തേക്ക് പോകുന്നതിന് പകരം ഇങ്ങനെ ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഐ സെക്ഷനിലാണ് നമ്മൾ വെളിയിൽ കണ്ട അതേ സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. അത് ആക്സസ് ടു നമ്മുടെ കോർട്ട്യാർഡ്. പിന്നെ മുകളിൽ ഓപ്പൺ ആയിട്ടുള്ള സംഭവമുണ്ട്. ആ റേസ് വരുന്നതും ഈ ബാൽക്കണിയും ഈ കോർട്ട്യാർഡും ഒരു ഫീൽ ഗുഡ് നല്ലൊരു വൃത്തിയായിട്ട് വരും. അത് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അല്ലേ? ആ ഒരു രസം അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ലൈറ്റ്സ് എലമെന്റ്സ് എല്ലാം തന്നെ പ്രത്യേകം ഇതുമായിട്ട് തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അണ്ടർടോൺ ആയിട്ട് വരുന്ന വാം ഫീൽ ലൈറ്റ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കളേഴ്സ് എല്ലാം തന്നെ ഒരു ഡാർക്ക് ഗ്രേയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നു ഗ്രേയിൽ കൊടുക്കാനുണ്ടായിരുന്നത്? ഡാർക്ക് ടോൺ ആയിരുന്നു ക്ലയന്റ് പ്രിഫർ ചെയ്യുന്നത്.
പിന്നെ നമ്മൾ ഓൾറെഡി വിൻഡോസ് ലൈറ്റ്സ് വെച്ചിട്ട് നാച്ചുറൽ ലൈറ്റ്സ് വെച്ചിട്ട് അത് നമ്മൾ ബാലൻസ് ആക്കിയിട്ടുമുണ്ട്. നമ്മൾ ആർക്കിടെക്ചർ ഫേമിന്റെ പേരെന്താണ്? ഗ്രീൻ ലൈൻ ആർക്കിടെക്ട്സ് ആണ്. ഗ്രീൻ ലൈൻ ആർക്കിടെക്ട്സ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് ബേസ്ഡ് ആണ്. ബേസ്ഡ് ആണ്. അപ്പോൾ ഇത് കേരളത്തിൽ എല്ലായിടത്തുനിന്നും നമുക്ക് എൻക്വയറീസ് വന്നാൽ ടേക്ക് കെയർ ചെയ്യാനുള്ള പ്രൊവിഷൻ? കറന്റ് നമ്മൾ പ്രോജക്റ്റ് കേരളത്തിന്റെ അകത്തും പിന്നെ നോർത്തിലേക്കും വരുന്നുണ്ട്, പിന്നെ സൗത്തിലേക്കും വരുന്നുണ്ട്, അതായത് കർണാടക, തമിഴ്നാടു, അവിടെ ത്രൂ ഔട്ട് ആയിട്ട് വരുന്നുണ്ട്. പാൻ ഇന്ത്യയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് നമ്മളുടെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട്? പ്രിൻസിപ്പൽ ആർക്കിടെക്ട് വരുന്നത് തബ്ഷീർ ആണ്, ആർക്കിടെക്ട് തബ്ഷീർ. നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ലബീബ് ആണ് വരുന്നത്. ഓക്കെ, എന്തായാലും ഇവിടുത്തെ സാറിനെയും മാഡത്തിനെ പറ്റിയും കൂടെ ഒന്ന് പറഞ്ഞാട്ടെ. ഇവർ എന്ത് ചെയ്യുന്നു? ക്ലയന്റ് ഫൈസൽ ആണ്, ബിസിനസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, വൈഫ് ഹൗസ് വൈഫാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞങ്ങളുടെ ചാനലിന് ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ അനുവദിച്ചതിന് ഫൈസൽ സാറിനോട് എൻ്റെ അങ്ങേയറ്റത്തെ ഒരു നന്ദി പറയണം. ഒപ്പം ഇങ്ങനൊരു പ്രൊജക്റ്റ് ചെയ്യാൻ നിങ്ങൾ എന്നെ വിളിച്ചതിൽ എനിക്ക് അങ്ങേയറ്റം നന്ദി നിങ്ങളോടെയും പറയാനുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. ഇതൊരു വെച്ചടി തുടക്കമാണ്. കാര്യങ്ങൾ വളരെ ബെറ്ററായിട്ട് പോകും. അപ്പോൾ ഇതെൻ്റെ ഒരു വർഷമാകുന്ന സീരീസാണ്. ഞാൻ 55 വീഡിയോകളാണ് മൊത്തത്തിൽ ഇതുവരെ ചെയ്തത്. അപ്പോൾ ശരിക്കും ബേസിക്കലി ഞാനൊരു ഓൺടർപ്രണറാണ്. ഞാൻ വ്ളോഗിങ് അല്ല എൻ്റെ ഒരു പ്രൊഫഷൻ, എൻ്റെ ഒരു പാഷനാണ്, അതിനുവേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും ഈ വീടുകൾ, പുതിയ പുതിയ വീടുകളും കോൺസെപ്റ്റുകളും ആർക്കിടെക്ചറൽ എലമെൻറ്റ്സും ഒക്കെ ഓരോ വീടുകളിൽ കൊണ്ടുവരുന്നത്, അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അത് ഭയങ്കര ഭംഗിയാണ്, അതൊരു രസമാണത്. അപ്പോൾ ഞങ്ങളുടെ ടാഗ് ലൈൻ തന്നെ സ്വപ്ന സുന്ദര മനോഹര ഭവനം എന്നാണ്. അപ്പം നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള സുന്ദരമായ വീഡിയോകളെന്നും നമുക്ക് കാണാം. അതുപോലെ പ്രൊഡക്ട്സുകളെ പറ്റിയുള്ള നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ ഇടാറുണ്ട്. ഇത് മാക്സിമം ഷെയർ ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്താലാണ് ഈ കാണിച്ചതിനകത്തുള്ള റെക്ടിഫിക്കേഷൻസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, അതായത് എൻ്റെ വ്ളോഗിങ് ആയാലും അവരുടെ ഫേമിനായാലും അത് തിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.